റോബോട്ടുകൾ ലോകം നിയന്ത്രിക്കുന്ന കാലം അതിവിദൂരമല്ലെന്ന് ലോക സാമ്പത്തിക ഫോറം. കൃത്രിമ ബുദ്ധി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും റോബോട്ടുകളും ലോകത്തെ തൊഴിലവസരങ്ങളിൽ പാതിയും കൈയടക്കുമെന്നാണ് കരുതപ്പെടുന്നത്. 2025ഓടെ മനുഷ്യർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളിൽ പാതിയിലേറെയും റോബോട്ടുകൾ കൈയടക്കുമെന്ന് ലോക സാമ്പത്തിക ഫോറം. 2022ഓടെ ലോകത്തെ 7.5 കോടിയോളം തൊഴിലുകൾ റോബോട്ടുകൾ സ്വന്തമാക്കും. ഈ ഉപകരണങ്ങളിലൂടെ 13.3 കോടി പുതിയ തൊഴിൽ മേഖലകൾ സൃഷ്ടിക്കപ്പെടുമെന്നും പഠനം പറയുന്നു. ലോകത്ത് അനുദിനം വേഗമാർജിക്കുന്ന റോബോട്ട് വൽക്കരണവുമായി മത്സരിക്കുന്നതിന് മനുഷ്യർ കൂടുതൽ ഉൽപാദനക്ഷമതയും മത്സരക്ഷമതയും പ്രദർശിപ്പിക്കേണ്ടിയിരിക്കുന്നുവെന്നും സ്വിറ്റ്സർലാൻഡിൽ നിന്നുള്ള സന്നദ്ധ സംഘടനയായ വേൾഡ് ഇക്കണോമിക് ഫോറം ചൂണ്ടിക്കാണിക്കുന്നു. ദാവോസിലെ വാർഷിക സമ്മേളനത്തിന് മുന്നോടിയായി തയ്യാറാക്കിയ ഫ്യൂച്ചർ ഓഫ് ജോബ്സ് 2018 റിപ്പോർട്ടിലാണ് റോബോട്ടുകൾ തൊഴിൽ മേഖല കീഴടക്കുന്നത് എങ്ങനെയെന്ന കാര്യം വിശദീകരിച്ചിരിക്കുന്നത്. ലോകത്തെ 20ലേറെ രാജ്യങ്ങളിലുള്ള 1.5 കോടിയോളം എക്സിക്യൂട്ടീവുകൾക്കിടയിൽ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട്. അക്കൗണ്ടിംഗ്, ക്ലയന്റ് മാനേജ്മെന്റ്, ഇൻഡസ്ട്രിയൽ, പോസ്റ്റൽ, സെക്രട്ടേറിയൽ തുടങ്ങിയ മേഖലകളിൽ റോബോട്ടുകൾ അതിവേഗം മനുഷ്യനെ പുറന്തള്ളുമെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. മനുഷ്യർക്ക് മാത്രം സാധ്യമായ കഴിവുകൾ ആവശ്യപ്പെടുന്ന സെയിൽസ്, മാർക്കറ്റിംഗ്, കസ്റ്റമർ സർവീസ് തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. കാലത്തിനനുസൃതമായി നിലവിലുള്ള ജോലിക്കാരെ പരിശീലിപ്പിച്ചെടുക്കുക എന്ന വെല്ലുവിളിയാണ് സ്ഥാപനങ്ങൾ ഇനി നേരിടാൻ പോകുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഏവിയേഷൻ, ട്രാവൽ, ടൂറിസം രംഗത്തെ തൊഴിലാളികളെ 2022 വീണ്ടും പരിശീലിപ്പിച്ച് സജ്ജരാക്കേണ്ടി വരും. ലോകത്തെ തൊഴിലാളികളിൽ 54% ആളുകൾക്ക് പുനർപരിശീലനം ആവശ്യമായി വരുമെന്നാണ് വിലയിരുത്തൽ. 2022ഓടെ സ്ഥാപനങ്ങൾ പാതിയിലേറെ സ്ഥിരം ജീവനക്കാരെ ഒഴിവാക്കേണ്ട അവസ്ഥയും ഉണ്ടാകും. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.